പിന്നെ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ദിലീപേട്ടൻ. ഒരിക്കലും ഞാൻ മറക്കൂല. കാരണം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഈ വൈദ്യുരം മരുന്ന് കുടിക്കാന്ന് പറയുമ്പോൾ അതുപോലെ ദിലീപേട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചിട്ട്. അപ്പം എന്നോട് പറയുമായിരുന്നു, അവനവിടെ പിടിച്ച് നിൽക്കാൻ എന്തെങ്കിലും ദൈവം ഒരു ശക്തി കൊടുക്കുമായിരിക്കും, നീ ഒന്നും ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കുറേ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇവരെയൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ. അതാണ്. അപ്പോൾ രാഹുലിനെ കുറ്റം പറയുന്ന ആണുങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ, അയാളുടെ വീട്ടിലാർക്കും വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ലേ? കാരണം മുന്നോട്ട് ഈ ജയിലിലൊക്കെ പോയി അയാൾ കിടന്ന സമയത്ത് ഒരുപാട് പരിഹസിച്ചിട്ടൊക്കെ അപ്പം നമ്മൾ കാണുക ഒരാളുടെ നിന്ന് 5 പൈസ വാങ്ങിയിട്ടല്ല. അയാളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഫാമിലീനെ ഒരു നേരം വീട്ടിലുണ്ടാവില്ല. ദീപ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അവരത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ല അയാൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ സാധാരണ ഇപ്പോൾ ഈ മരിച്ച ആൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, മാങ്കാവ് ഗോവിന്ദപുരം. അപ്പം അതും കൂടെ ഉണ്ടായ സമയത്താണ് ഈ സ്വീകരണം. കുറേ നാളായിട്ട് രാഹുൽ പറയുന്നുണ്ട് അത്രയും ഫൈറ്റ് ചെയ്തില്ല. അപ്പം ഞാനതിന് നിന്നിട്ടില്ല. എനിക്ക് തന്നെ എന്തോ പോലെ തോന്നിയിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇനി ഞാൻ സംസാരിക്കണം. എത്തി എവിടം വരെ എത്തി. ഒരാൾ റീച്ചിന് വേണ്ടി ഒരാളുടെ ജീവൻ പോയില്ലേ. അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോനെ, പാവ ഒരു അച്ഛനും അമ്മയും ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അതുപോലെ നിയമങ്ങൾ കൂടുതലും പെൺകുട്ടികൾക്കാണ് കൂടുതൽ എന്നുള്ളൊരു മീൻസ് ആ ഒരു സപ്പോർട്ടിൽ പെൺകുട്ടികൾക്കാണ് കിട്ടുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം എന്ത് സമത്വം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഞാൻ പറയട്ടെ, പെണ്ണുങ്ങൾ പറയുന്നത് എന്താ, ആണുങ്ങളെ കൂടെ സമത്വം വേണമെന്നാണല്ലോ പറയുന്നത്. ഒരു പെണ്ണ് കേസ് കൊടുത്താൽ അത് അപ്പം തന്നെ കേസെടുക്കും.